വെൽക്കം ബാക്ക്. വൻ വാർത്ത തുടരുകയാണ്. കഴിഞ്ഞ മിനിറ്റിൽ പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ ഒന്നുകൂടി കടക്കുന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂരിനായി LDF വലവിരിക്കുന്നു എന്ന അഭ്യൂഹങ്ങളാണ് ശക്തമാകുന്നത്. തരൂരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന പ്രഖ്യാപനവുമായി LDF കൺവീനർ തന്നെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. ശ്രീത്ത് ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. ശ്രീത്ത്, ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കും ഈ പ്രതികരണങ്ങൾക്കുമൊക്കെ ആധാരമായത് വിദേശത്ത് വെച്ച് ശശി തരൂർ ഒരു വ്യവസായിയെ കണ്ടു, ആ വ്യവസായിക്ക് ഇടത് ബന്ധമുണ്ട് എന്നൊക്കെയുള്ള ചില വാർത്തകളാണ്. അതിന്റെ സ്ഥിരീകരണം എത്രമാത്രമുണ്ട്? ആരാണ് ഈ വ്യവസായി? എന്താണ് ഇടത് പാളയവുമായി ആ വ്യവസായിക്കുള്ള ബന്ധം? അത്തരം വിശദാംശങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുപ്പമുള്ള ഒരു വ്യവസായിയാണ് ശശി തരൂരിനെ ഇടതുപക്ഷത്തേക്ക് CPIM-ലേക്ക് അടുപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നത് എന്നതാണ് പുറത്തുവരുന്ന വിവരം. ആ വ്യവസായി ഈ ഇടതു ബന്ധമെന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യക്തിയാണ്. അപ്പോൾ ശശി തരൂർ കോൺഗ്രസിൽ ഇടഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിന് BJP-യിലേക്ക് പോകാനുള്ള വൈമുഖ്യമുണ്ട്. കാരണം തരൂർ എഴുതിയ പുസ്തകങ്ങളും നേരത്തെ സ്വീകരിച്ച നിലപാടുകളുമൊക്കെ അദ്ദേഹത്തെ BJP-യിലേക്ക് പോകുന്നതിന് അദ്ദേഹത്തിനൊരു തടസ്സമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷനെ, അതായത് രാജ്യാന്തര തരത്തിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടും BJP-യിലേക്ക് പോകാൻ ശശി തരൂരിന് വ്യക്തിപരമായ വൈഷമ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തരൂരിനെ CPIM-ലേക്ക് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി ഇടതുപക്ഷത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഈ വ്യവസായിയുമായുള്ള ചർച്ചകൾ ഇനിയും തുടരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വ്യവസായിയുടെ ഐഡന്റിറ്റി ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. എന്തായാലും CPIM നേതൃത്വം ഇങ്ങനൊരു ചർച്ച നടക്കുന്ന കാര്യം സ്ഥിരീകരിക്കുന്നില്ല. തരൂർ ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ, അതിനുശേഷം ഔദ്യോഗികമായ ചർച്ചകളാകാം എന്ന സമീപനമാണ് പൊതുവിൽ CPIM നേതാക്കൾ ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ പറയുന്നത്. എന്നാൽ തരൂർ നിലപാട് വ്യക്തമാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള തരൂരിൻ്റെ മനസ്സറിയാനുള്ള ശ്രമങ്ങളാണ് ഈ വ്യവസായിയുടെ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ മറ്റും നടക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.